ബഹ്റിൻ റോഡ് ഷോയിൽ അടുത്തതായി അൽഹിലാൽ ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്ന ഫസ്റ്റ് എയ്ഡ്. ഇന്നത്തെ ഫസ്റ്റ് എയ്ഡ് നമ്മോടൊപ്പം ഉള്ളത് അൽഹിലാൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റായ ഡോക്ടർ മോനിഷ് ചെറിയാനാണ്. ഫസ്റ്റ് എയ്ഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അൽഹിലാൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റായ ഡോക്ടർ മോനിഷ് ചെറിയാനാണ്. ഡോക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ ബഹ്റിനിലുള്ള ഒരേ ഒരു എക്സ്പാറ്റ് ഇന്ത്യൻ കൺസൾട്ടന്റ് യൂറോളജിസ്റ്റാണ് അദ്ദേഹം. വെല്ലൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് പാസ്ഔട്ടായ അദ്ദേഹം MOSലെ അസോസിയേറ്റ് പ്രൊഫസറും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കിടക്കാം. വെൽക്കം ടു ഫസ്റ്റ് എയ്ഡ്. ഡോക്ടർ, ഈ കപ്പിൾസിൻ്റെ ഇടയ്ക്ക് സാധാരണമായി കണ്ടുവരുന്ന ഒരു പ്രോബ്ലമായി ഇൻഫെർട്ടിലിറ്റി. അതിൽ ഈ മെയിൽ ഇൻഫെർട്ടിലിറ്റിക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലാതെ ഏത് തരം സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്സാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യാറുള്ളത്? സർജിക്കലായിട്ട് കറക്റ്റബിൾ കോസസ് ഫോർ ഇൻഫെർട്ടിലിറ്റി പലതുണ്ട്. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൂടാതെ സർജിക്കലായിട്ട് കറക്റ്റ് ചെയ്യേണ്ട വേരിയസ് ഡിസീസസ് ഉണ്ട്. അതിൽ വേരിയസ് എലമെൻറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് varicocele, which is a very common disease seen among men. 30% of adults male adults do have varicoceles. varicocele കാരണം സ്പേംസിൻ്റെ കൗണ്ട് കുറയുകയും അതിൻ്റെ ചലനം കുറയുകയും ചെയ്യാറുണ്ട്. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇവിടെ ചെയ്തു വരുന്നു. ദാറ്റ് ഈസ് വി ആർ ഗിവിംഗ് മൈക്രോസ്കോപ്പിക് സബിൻഗ്വൈനൽ ലൈഗേഷൻസ് യൂസിങ് വേരിയസ് മോഡേൺ മൈക്രോസ്കോപ്സ് വിച്ച് വി ഹാവ് ഇൻ ദിസ് ഹോസ്പിറ്റൽ. ഇത് ഒരു വെരി സ്പെഷ്യലൈസ്ഡ് ഫീൽഡാണ്. ബിക്കോസ് ഒരു ചെറിയ ഇൻസിഷനിൽ കൂടെ നമ്മൾ ഈ വാരിക്കോസീൽ ലൈഗേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാരണം പല കപ്പിൾസിലും കുട്ടികളുണ്ടാകാനുള്ള ചാൻസസ് വർദ്ധിച്ചു വരുന്നു. വേറെ പല കോസസിലൊന്നാണ് വാസ് ഡിഫറൻസ് അല്ലെങ്കിൽ ട്യൂബ് കണക്റ്റിംഗ് ദ ടെസ്റ്റിസ് ടു ദ ഫാലസ് ഓർ ദ പിനിസ്. അപ്പോൾ ബീജം വൃഷ്ണത്തിനകത്തു നിന്ന് ലിംഗത്തിലേക്ക് വരാനുള്ള ട്യൂബ് ആബ്സെൻ്റ് ആയിരിക്കുക, അല്ലെങ്കിൽ ടെസ്റ്റിസിനകത്ത് പ്രത്യേകം ബീജം ഉണ്ടാകാതിരിക്കുക, ഇതിനുള്ള വേരിയസ് ടെസ്റ്റുകളും ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ചെയ്തു വരുന്നു. അത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സിലാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ ഡോക്ടർ, അൽഹിലാൽ ഹോസ്പിറ്റലിൽ ഒരുവിധം എല്ലാം അപ്ഡേറ്റ് ആയിട്ടുള്ള മോഡേൺ സർജറീസ് ചെയ്യാറുണ്ട്. അതിൽ ഈ ഓപ്പൺ സർജറിയും ലാപ്രോസ്കോപ്പിക് എൻഡോസ്കോപ്പിക് സർജറീസ് ഒക്കെ തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്? ഓപ്പൺ സർജറിയിൽ നമ്മളൊരു ഇൻസിഷൻ അല്ലെങ്കിൽ കട്ടിംഗ് ഓപ്പറേഷനാണ്. അതിൽ സ്റ്റിച്ചസ് വെളിയിലിടുന്നു, വയറ് തുറന്നുള്ളൊരു ഓപ്പറേഷനാണ്. അതിനകത്ത് പേഷ്യൻ്റ് റിക്കവറബിലിറ്റി കുറച്ചുകൂടെ സമയമെടുക്കുന്ന, മോബിലിറ്റി കൂടുതലാണ്, കുറച്ചുകൂടെ ഹോസ്പിറ്റലിൽ സ്റ്റേ ഡ്യൂറേഷൻ കൂടുതലാണ്, റിട്ടേൺ ടു വർക്ക് ടൈം ഡ്യൂറേഷൻ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ഓപ്പറേഷൻ കഴിഞ്ഞ് വർക്കിൽ തിരിച്ചു പോകാൻ ചിലപ്പോൾ 3 to 6 weeks എടുത്തേക്കാം. എൻഡോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിക് സർജറി ഒരു മോഡേൺ സർജറിയാണ്. ഇതിനകത്ത് ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കീ ഹോൾ സർജറി, അതിനകത്തൊരു പ്രത്യേകം താക്കോൽ ശസ്ത്രക്രിയ, അതിൽ ഓട്ടകൾ അബ്ഡമനിൽ ഉണ്ടാക്കി ഇതിനകത്തൂടെ ടെലസ്കോപ്പ് അല്ലെങ്കിൽ വർക്കിംഗ് ചാനൽസ് കടത്തി ഓപ്പറേറ്റ് ചെയ്യുന്നതിനാണ് ഒരു ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയും. എൻഡോസ്കോപ്പിക് സർജറി എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഓറിഫൈസ് യൂസ് ചെയ്ത് വായിക്കൂടെ അല്ലെങ്കിൽ യൂറിൻ പാസേജ് അല്ലെങ്കിൽ കോളൻ രക്തത്തിൽ കൂടെ ഉള്ള പല നാച്ചുറൽ ഓറിഫൈസസ് കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്നതിനാണ് എൻഡോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. യൂറോളജിയിൽ മെയിൻലി നമ്മൾ എൻഡോസ്കോപ്പിക് സർജറി യൂസ് ചെയ്യാറുള്ളത്. എൻഡോസ്കോപ്പിക് സർജറി കൂടെ ബ്ലാഡറിനകത്തെ സ്റ്റോൺസ്, പ്രോസ്റ്റേറ്റ് സർജറീസ്, സ്ട്രിക്ചേഴ്സ്, ബ്ലാഡർ ട്യൂമേഴ്സ്, യൂറിറ്റർ അല്ലെങ്കിൽ കിഡ്നിക്കകത്തെ സ്റ്റോൺസ് വരെ നമുക്ക് എൻഡോസ്കോപ്പിക് സർജറി കൂടെ ചെയ്യാൻ കഴിയും. ലാപ്രോസ്കോപ്പിക് സർജറിക്കകത്ത് മെയിൻലി ട്യൂമേഴ്സ് അല്ലെങ്കിൽ ബ്ലാഡർ ട്യൂമേഴ്സ്, ഇതിനുള്ള ഓപ്പൺ സർജറിക്ക് ബദലായിട്ടുള്ള ഒരു പ്രൊസീജിയേഴ്സാണ് ചെയ്യാൻ കഴിയുക. ഈയിടെ ചെയ്ത ഒരു എൻഡോസ്കോപ്പിക് സ്റ്റോൺ സർജറി, ഇത് ബ്ലാഡറിനകത്തെ ഒരു സ്റ്റോണാണ്. അതെങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തതെന്ന് നമുക്ക് കാണാം. ഇത് എൻഡോസ്കോപ്സ് ആണ്. സിസ്റ്റോസ്കോപ്പ് എന്ന് പറയും. ഇത് യൂസ് ചെയ്ത് നമ്മൾ മൂത്രനാളിൽ കൂടെ മൂത്രസഞ്ചിക്കകത്തേക്ക്, ഈ കാണുന്ന മൂത്രസഞ്ചിയാണ്, മൂത്രസഞ്ചിക്കകത്ത് ചെന്നിട്ട് ബ്ലാഡർ സ്റ്റോൺ ആണ് ആ കാണുന്നത്. എൻഡോസ്കോപ്പി യൂസ് ചെയ്ത് നമ്മൾ സ്റ്റോൺ വിഷ്വലൈസ് ചെയ്തതിന് ശേഷം നമ്മൾ സിസ്റ്റോസ്കോപ്പിനകത്തൂടെ ന്യൂമാറ്റിക് ലിത്തോക്ലാസ്റ്റ് കടത്തിവിടുന്നു. നമ്മൾ ഈ പാറക്കല്ല് പൊട്ടിക്കുന്നതുകൊണ്ട് തന്നെ ഇത് സ്കോപ്പിനകത്തൂടെ കടത്തിവിട്ട് ന്യൂമാറ്റിക്കായിട്ട് ഇതൊരു ബുള്ളറ്റ് അടിച്ച് നമ്മൾ കല്ല് പൊട്ടിക്കാൻ കഴിയും. ഇത് ലേസർ യൂസ് ചെയ്തും നമുക്ക് ഈ കല്ലുകൾ പൊട്ടിക്കാൻ കഴിയും. ഈ കല്ലുകൾ ചെറിയ പീസാക്കി പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ബ്ലാഡറിൽ നിന്ന് വാഷ് ചെയ്ത് കളയും. ഫുള്ളായിട്ട് ഒറ്റ പീസായിട്ട് നമുക്ക് ബ്ലാഡറിനകത്തുനിന്ന് ഒരിക്കലും കല്ലുകൾ പൊട്ടിക്കാതെ എടുക്കാൻ കഴിയില്ല. എൻഡോസ്കോപ്പി യൂസ് ചെയ്ത് ചെറിയ പൗഡറുകളാക്കിയതിന് ശേഷമേ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എൻഡോസ്കോപ്പിക് സർജറി ആൻഡ് മിനിമലി ഇൻവേസീവ് സർജറിയുടെ അഡ്വാൻറ്റേജ് തന്നെ അതാണ്. നമ്മൾ
ഒരു കട്ടിങ് ഇല്ലാതെ തന്നെ ഈ ഇത്രയും വലിയൊരു കല്ല് പൊടിച്ചെടുത്ത് പേഷ്യൻറ്റിനെ സുഖപ്പെടുത്തി. ഈ എക്സ്പാറ്റ്സിൻ്റെ ഇടയ്ക്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന യൂറോളജിക്കൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് സ്റ്റോൺസ് ആണ്. കിഡ്നി സ്റ്റോൺസ്, യൂറിട്രിക് സ്റ്റോൺസ്, ബ്ലാഡർ സ്റ്റോൺ. ഇത് മൂത്രസഞ്ചിക്കകത്ത് വന്ന് അടിയുന്നു. പല ടൈപ്പ് സ്റ്റോൺസ് ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം നമ്മൾ അഡിക്വേറ്റ് ആയിട്ടുള്ള വെള്ളം കുടിക്കാത്തതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് GCCയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ GCC പോലത്തെ കൺട്രീസിൽ മെയിനായിട്ട് സ്വീറ്റ് വാട്ടർ കിട്ടാറില്ല. ഇതെല്ലാം ഡീസാലിനേറ്റഡ് വാട്ടറാണ്. ടാപ്പ് വാട്ടർ ഒരു 28% സലൈനാണ്. ഇതെത്ര ഡീസാലിനേറ്റ് ചെയ്താലും അത് 1% സലൈൻ വരെ എത്താൻ പറ്റുള്ളൂ. നാട്ടിൽ കിട്ടുന്ന പോലെ പച്ചവെള്ളം നമുക്കിവിടെ കിട്ടാൻ കഴിയില്ല. ഇത് കൂടാതെ നമുക്ക് ഈ ഹോട്ട് ക്ലൈമറ്റ്സിൽ ബേസിക്കലി മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം വാരിക്കോസീലാണ്. ഹൈ ടെമ്പറേച്ചേഴ്സിൽ ബീജത്തിൻ്റെ കൗണ്ട് കുറയുന്നു, ചലനം കുറയുന്നു. വാരിക്കോസീലുള്ളവർക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ടാക്കും. ഫാമിലി ഇല്ലാതെ താമസിക്കുന്ന അവരുടെ ടെൻഷൻ കാരണം സ്മോക്കിംഗ് ഒരു പാസ് ടൈം ആയിട്ട് എടുക്കുന്നു. സ്മോക്കിങ്ങിനകത്ത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ബ്ലാഡർ ക്യാൻസേഴ്സാണ്. These are the common problems which are seen. Of course, prostate in the problems, bladder cancers, kidney cancers. These are all common problems which we are handling here with endoscopic treatments available in this hospital, and we are able to do it at a very cost-effective way. ഇതൊരു സ്മോക്കറായിരുന്നു. പുള്ളി പ്രസൻറ്റ് ചെയ്തത് ബ്ലീഡിംഗ് ആയിട്ടാണ്, മൂത്രത്തിൽ ചോരയായിട്ടാണ് വന്നത്. അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ നമുക്കൊരു ട്യൂമർ ലെഫ്റ്റ് ലാറ്ററൽ വാൾ ഓഫ് ദ ബ്ലാഡർ, ലെഫ്റ്റ് സൈഡിൽ ബ്ലാഡറിൻ്റെ വാളിലായിട്ട് ഒട്ടിയിരിക്കുന്നതായിട്ട് ഒരു 3 സെൻറ്റിമീറ്റർ ഒരു ട്യൂമറായിട്ടാണ് കണ്ടത്. നമ്മൾ സിസ്റ്റോസ്കോപ്പിക് ട്രീറ്റ്മെൻറ്റാണ് ഈ പേഷ്യൻറ്റ് കൊടുത്തത്. സിസ്റ്റോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു കോളിഫ്ലവർ പോലത്തെ ഒരു ഗ്രോത്ത് ലെഫ്റ്റ് ലാറ്ററൽ വാൾ ഓഫ് ദ ബ്ലാഡർ, മൂത്രസഞ്ചിയുടെ ലെഫ്റ്റ് ലാറ്ററൽ വാളിലായിട്ട് ഒട്ടിയിരിക്കുന്നതായിട്ട് കണ്ടു. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ദിസ് ഇസ് എ ടിപ്പിക്കൽ കോളിഫ്ലവർ ഗ്രോത്ത് കോൾഡ് ട്രാൻസിഷണൽ സെൽ കാർസിനോമ ഓഫ് ദി ബ്ലാഡർ. ഇത് ബ്ലാഡർ ക്യാൻസറാണ്. എൻഡോസ്കോപ്പി യൂസ് ചെയ്ത് നമ്മൾ കറണ്ട് ഈ കോട്ടറി യൂസ് ചെയ്ത് ഇത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് മിനിമലി ബ്ലാഡറിനകത്തുനിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ബ്ലാഡറിനകത്തുനിന്ന് നമുക്ക് ഈ ട്യൂമർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റാൻ കഴിയും. ഡോക്ടറുടെ ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി. Excellent care at affordable cost. A premium center for delivery and surgery. Al Hilal Hospital, Muharraq, Kingdom